ദേ മോളെ ശ്രുതി, അമ്മ ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ദേ അവൻ്റെ കൂടെയും അവളുടെയും ആവശ്യമില്ലാതെ മിണ്ടാനൊന്നും പോവരുത് കേട്ടോ. അവരെ നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചവരല്ല മോളെ. രണ്ടിനും പഠിപ്പും ഇല്ല വിവരവും ഇല്ല. അതുകൊണ്ട് മോൾ അവർക്ക് മുഖം കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. ആരാണ് പറയുന്നത്? നമ്മുടെ ചന്ദ്രമതി. ആരെ പറ്റിയാണ്? നമ്മുടെ സച്ചിയെയും അതുപോലെ നമ്മുടെ രേവതിയെയും പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയായിരിക്കും ചന്ദ്രമതി നമ്മുടെ ശ്രുതിയോട് അങ്ങനെ പറഞ്ഞത്? എന്ത് പറയണമെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാരണം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് പറയാനായിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അടിപൊളി റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മൊരിച്ച് വെച്ചിരിക്കുന്ന പപ്പടവും കൊണ്ട് നമ്മുടെ ഭാമ വരികയാണ്. ഭാമയുടെ കൂടെ ഇടുപ്പിലൊരു കുടമൊക്കെ വെച്ചിട്ട് കുടത്തിൽ മഞ്ഞൾ വെള്ളവും പൂവും കൂടി കലക്കിയതാണ്. അതും കൊണ്ട് നമ്മുടെ രേവതിയും വരികയാണ്. അതേ സമയത്ത് സച്ചി കാറിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രേവതി ഇങ്ങനെ അവരിയ്ക്കുന്നിടത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു ടേബിളിൻ്റെ പുറമൊക്കെ അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ വെച്ച് റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ വെച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയാണ്, ആ കുടം അങ്ങോട്ട് കൊണ്ടുപോയിക്കടി. അങ്ങനെ നമ്മുടെ രേവതി ആ കുടം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, മോളും സുധി നീയും കൂടി രണ്ടുപേരും ചേർന്ന് അടുത്തിരിക്കുക എന്ന് പറയാണ്. എന്നിട്ട് നമുക്ക് ചടങ്ങ് തുടങ്ങാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരികയാണ്. സച്ചി ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്താ ഇത്, എന്തൊക്കെയായി കാണിക്കുന്നത്? അപ്പോൾ ഉടനെ നമ്മുടെ അച്ഛമ്മ പറയണ്, മോനെ, ഇത് വിവാഹം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള ഒരു ആചാരമാണ്. എന്താചാരം? എടാ, ഈ കുടത്തിനകത്തെ ഒരു സ്വർണ്ണ മോതിരം ഇടും. ഇത് ഇവർ രണ്ടുപേരും കൂടി ഒരേ സമയത്ത് കൈയിട്ട് എടുക്കാൻ ശ്രമിക്കണം. ആരുടെ കയ്യിലാണ് അത് കിട്ടുന്നതെന്ന് അറിയണമല്ലോ. അതാണ് ഈ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ സച്ചി പറയുകയാണ്, ഇതൊക്കെ എന്ത് ചടങ്ങുകൾ? ഇത്തിരി നേരം മുമ്പ് വരെ ഇവൻ്റെ കല്യാണം കണ്ട് മടുത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇതും കാണണോ? അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയാണ്, വേണ്ടടാ, നീ കാണണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവുമില്ല. നിനക്കിതൊന്നും കാണാൻ വയ്യെങ്കിലേ നീ നിൻ്റെ മുറിയിൽ പോയിരിക്കുക, അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അപ്പോൾ ഉടനെ സച്ചി പറയണം, ആഹാ, അങ്ങനെ ഇപ്പോൾ പറ്റില്ല. ഇതൊക്കെ വീട്ടിനകത്ത് കൊണ്ടുവച്ച് നടത്തുമ്പോഴുണ്ടല്ലോ എല്ലാവരും കാണേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കുടവും താങ്ങി എടുത്തോണ്ട് റോഡിൽ കൊണ്ടുവച്ച് നടത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണേണ്ടി വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയണേ, എടാ ഒന്ന് മിണ്ടാതിരിക്കടാ, അവിടെ ഒന്ന് മിണ്ടാതിരിക്കേ. ഞാൻ മിണ്ടുന്നില്ലേ? അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ വിരലിൽ കിടക്കുന്ന മോതിരം ഊരിയിട്ട് ആ കുടത്തിനകത്ത് ഇടുകയാണ്. എന്നിട്ട് പറയണേ, മക്കളെ, അമ്മയുടെ മോതിരം അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എടുക്കുക. ആരാണ് ആദ്യം എടുക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയണേ, അതത്ര പറയാനെന്താ, അവൻ തന്നെ എടുക്കും, അവൻ തന്നെ എടുത്തിട്ട് അതുകൊണ്ട് ഓടും, അതാ ഇപ്പം നടക്കുന്നത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ, സച്ചി അങ്ങനെ നമ്മുടെ ശ്രുതിയും നമ്മുടെ സുധിയും കൂടി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി മോതിരം എടുക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ പറയണേ, മക്കളെ റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോഴാരംഭിക്കുകയാണ് നമ്മുടെ മോതിരം എടുക്കം. നമ്മുടെ സുധി കൈയിടുകയാണ്, ശ്രുതി കൈയിടുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കുടത്തിൽ കൈയിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറണ്ടാണ് കുടത്തിനകത്ത്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും ചിരിക്കുകയാണ്, ഭയങ്കര സന്തോഷമായിട്ട് ചിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് നിന്നിട്ട് രേവതിയുടെ പറയണേ, രണ്ടുപേരും അടുത്തടുത്താണ് നിൽക്കുന്നത്. രേവതിയുടെ പറയണേ, നീ നോക്കിക്കോ, ഇപ്പം അവൻ അവളുടെ കൈ വലിച്ചൊടിക്കും, എന്നിട്ട് ആ മോതിരം അവൻ എടുത്തിട്ട് ഓടും. ഒന്ന് മിണ്ടാതെ നിൽക്കുക, ആരെങ്കിലും കേൾക്കും. മിണ്ടാതിരിക്കുന്നത് നീ കണ്ടോ, അല്ലെങ്കിൽ അവൻ തന്നെ അതെടുക്കും. ആ പെണ്ണിൻ്റെ കൈ ഇപ്പോൾ ഓടിക്കുന്ന നോക്കിക്കോ എന്നിങ്ങനെ പറയണേ, നീ നോക്കിക്കോ. അപ്പോൾ രേവതി പറയണം, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയണേ. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ കുറേ നേരം കൈയിട്ടിളക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ശ്രുതിയോട് പറയണം, ഞാൻ എടുക്കട്ടെ ശ്രുതി? അപ്പോൾ ശ്രുതി പറയണം, എടുത്തോ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ സുധി മോതിരം എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയണം, ആഹാ സുധി, നീയാണോ എടുത്തത് എന്ന് ചോദിക്കണം. മോളെ, അമ്മ കണ്ടിരുന്നു, മോള് വിട്ടുകൊടുത്തതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഒന്നും പറയാതെ ചിരിക്കുകയാണ്. അമ്മയ്ക്ക് അറിയാം മോള് വിട്ടുകൊടുത്തത് തന്നെയാണ്, ഞാൻ കണ്ടു, ഞാനതൊക്കെ ശ്രദ്ധിച്ചു എന്നിങ്ങനെ പറയുകയാണ്.
അപ്പോൾ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്, ആ ഇങ്ങനെ തന്നെ ആയിരിക്കണം, തുടർന്നുള്ള ദാമ്പത്യ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം, പരസ്പരം വിട്ടുകൊടുത്ത് വേണം പരസ്പരം രണ്ടാളും ജീവിക്കാനായിട്ട്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം വിജയിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. എനിക്കറിയാം ഇത്രയും നല്ല മനസ്സുള്ളൊരു മോള് കൂടെയുള്ളപ്പോൾ എൻ്റെ മകൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി. അപ്പോഴത്തേക്ക് ഇങ്ങനെ സുധി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയാണ്, ദേ അവൻ്റെ മുഖം കണ്ടില്ലേ ഇരിക്കുന്നത്, എന്താ എനിക്കിത് പറയാൻ പറ്റുന്നില്ല, ഇവൻ്റെ മുഖം കണ്ടില്ലേ ഇരിക്കുന്നത്, ഗ്യാസ് വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നതാണൊക്കെയല്ലേ അവൻ്റെ മുഖം കണ്ടിട്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി. അപ്പോഴും നമ്മുടെ രവീന്ദ്രൻ പറയണത്, എടാ സച്ചി മിണ്ടാതിരിക്കടാ അവിടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണം, ആ എന്നാൽ ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ നിർത്തി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ്, എല്ലാ പുരുഷന്മാരുടെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുമെന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായ കാര്യമാണ്. നല്ല പെൺകുട്ടികളാണ് വീട്ടിൽ കാല് വെച്ച് വരുന്നെങ്കിലുണ്ടല്ലോ ആ പുരുഷൻ നല്ല ഉയരങ്ങളിലെത്തും. ഇവിടെ ചിലരൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. വരുന്ന പെൺകുട്ടിക്ക് ഒരു രാശി ഇല്ലെങ്കിലുണ്ടല്ലോ ആ കെട്ടുന്നവൻ്റെ കാര്യം അതോ ഗതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സച്ചിക്ക് അത് പിടിക്കുന്നില്ല, രേവതിക്ക് വിഷമാവുകയാണ്, സച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒട്ടനെ തന്നെ സച്ചി നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കണം, അല്ലച്ചാ ഇവരെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നോ? അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതുപോലൊരെണ്ണത്തിന് കെട്ടിയതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ അച്ഛനിപ്പോൾ ഏത് ഉയരത്തിലെത്തിയാണ്, ഇതൊന്നും ആയിരുന്നില്ല അച്ഛൻ എന്നിങ്ങനെ പറയണം. അപ്പം ചന്ദ്രമതി പറയണേ, നിനക്കിത്തിരി കൂടുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണേ, എൻ്റെ ചന്ദ്രേ നിനക്ക് വാ അടച്ചു വെച്ചൊന്നും മിണ്ടാതിരുന്നൂടെ, നീ ഓരോന്ന് പറയുന്നത് കൊണ്ടല്ലേ അവനും എന്തെങ്കിലും തിരിച്ചു പറയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിക്ക് എന്താ പറയുന്നത്, ചന്ദ്രമതിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഈ സച്ചിയുടെ രേവതിയുടെ ഇത് കാണുമ്പോഴത്തേക്ക്. അവർ തമ്മിൽ കാണുമ്പോഴത്തേക്ക് രണ്ടുപേർക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതേ കണക്കാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ആ മോളെ നീ ഇനി ഇങ്ങനെ നിൽക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, മുറിയിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയണം, ആ പോവാ ആൻറ്റി എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ രേവതിയാണ് ഫസ്റ്റ് മുറിയിലേക്ക് കയറി പോകുന്നത്. രേവതി ആ സ്റ്റെപ്പിൻ്റെ അവിടെ മുകളിൽ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ സ്നേഹിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ രേവതി. അത് കാണുമ്പോൾ രേവതിക്ക് നല്ല വിഷമം തോന്നുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി മുറിയിലേക്ക് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട്, ആ എൻ്റെ പൊന്നുമോൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ അവിടെ പിടിച്ചിരുത്തുകയാണ്, ബെഡിൽ ഇരുത്തുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പറയണം, എൻ്റെ മോക്ക് എന്ത് വേണമെങ്കിലും ആൻറ്റിയോട് പറയണം കേട്ടോ, മോക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ആൻറ്റി ശരിയാക്കി തരും, ആൻറ്റിയോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കണം, അല്ല ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സച്ചി അയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്രമതി പറയണം, എൻ്റെ പൊന്നു മോളെ അതൊക്കെ അങ്ങനെ ആയിപ്പോയി, ദേ അവൻ്റെയൊക്കെ അടുത്തൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. അവനും ആ പൂക്കാരിയില്ലേ, അവർ രണ്ടുപേരും നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ചവരല്ല മോളെ, അവനോടൊന്നും സംസാരിക്കാൻ പോകരുത്. പിന്നെ അവനോട് സംസാരിച്ചാലുണ്ടല്ലോ ആരും ജയിക്കാൻ പോകുന്നില്ല. അവൻ ഇങ്ങനെ ചുമ്മാ വളന്ന് പറഞ്ഞ് നാവാട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ പറയുന്നത് മോള് ശ്രദ്ധിക്കാനും പോവണ്ട, അവളെ അടുത്ത് മോള് മിണ്ടാനും പോവണ്ട കേട്ടോ. രേവതി ഉണ്ടല്ലോ അവളും കണക്കാ, അവന് പറ്റിയത് എന്നെ ചക്കിക്കത്തെ ചങ്ങരെന്ന് കേട്ടിട്ടില്ലേ, അതാ അതുങ്ങളെടുത്ത് മിണ്ടാനേ പോകരുത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ആ ശരി ആൻറ്റി ശരി എന്നിങ്ങനെ പറയാണ്. അതേ സമയത്തുണ്ടല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ വർഷ വരികയാണ്, നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ വരികയാണ്. അപ്പോൾ ശ്രീകാന്തിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചെന്നിട്ട് ചോദിക്കുന്നത്, എടോ താൻ കുറേ നേരമായോ വന്നിട്ട്? ഇല്ല, ഇപ്പോൾ കുറച്ച് മുമ്പാണ് വന്നത്. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ സ്പെഷ്യൽ ഡിഷ് ഇന്ന് സെറ്റാക്കുമെന്ന് പറഞ്ഞല്ലോ, റെഡി ആക്കിയിട്ടുണ്ടോ? എനിക്കാണെങ്കിൽ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയണം, ഒന്ന് വെയിറ്റ് ചെയ്യടോ, ഞാൻ എടുത്തിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് പോയിട്ട് കൊണ്ടുവരികയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ കേക്കാണെന്നേ തോന്നുള്ളൂ. പകുതി ഭാഗം എന്താ പറയുന്നത് ചുമന്ന കളറും
പകുതി ഭാഗം ചോക്ലേറ്റ് കളറും അങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ്, ഒരു കേക്ക് കൊണ്ടുവയ്ക്കുകയാണ് മുന്നിൽ. എന്നിട്ട് അപ്പോൾ നമ്മുടെ വർഷ ചോദിക്കുകയാണ് എന്താ ഇതിൻ്റെ പ്രത്യേകത എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണേ ഇത് നമ്മൾ കാണുന്നതൊക്കെയല്ല, ഇത് ശരിക്കും കപ്പിൾസിന് കൊടുക്കാനുള്ള കേക്കാണ്, ഞാനാണ് ഇത് തയ്യാറാക്കിയത് എന്നിങ്ങനെ പറയണം. അപ്പോൾ വർഷ ചോദിക്കുകയാണ് ഈ ഡിഷിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് കപ്പിൾസ് കേക്കാണിത്, ഇതിൻ്റെ പേരാണ് ഞാൻ പാതി നീ പാതി. അപ്പോൾ ചോദിക്കണം അതെന്തായി ഞാൻ പാതി നീ പാതി? അതങ്ങനെയാ. പിന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഒരു ഡിഷ് തയ്യാറാക്കുമ്പോൾ അവർ ആ ഡിഷിന് ആ നാട്ടിലെ ആ ഒരു ദേശത്തിൻ്റെ പേരാണ് ഇടുന്നത്. അതായത് ആ ഒരു ദേശത്തെ ഭാഷ വെച്ചിട്ടാണ് പേരിടുന്നത്. പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ മാത്രമാണ് ഇംഗ്ലീഷിൽ പേര് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിനെല്ലാം ഞാൻ എൻ്റേതായിട്ടുള്ള മലയാളത്തിലുള്ള പേരുകളാണ് കൊടുക്കുന്നത്. ഇത് കപ്പിൾസ് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം സെറ്റാക്കിയ കേക്കാണ്, ഞാൻ ഫസ്റ്റ് തരുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. ഈ കേക്കിന് എന്താ ടേസ്റ്റ്? ഈ കേക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ മധുരമുണ്ട്, എന്നാൽ കുറച്ച് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകുതി ഭാഗം വരെ മധുരമായിരിക്കും, പിന്നെ ബാക്കി ഭാഗത്തിൻ്റെ ഇടഭാഗത്താണെങ്കിൽ കുറച്ച് എരിവും കൂടെ മിക്സ് ചെയ്യും. പിന്നീട് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മധുരവും എരിവും കൂടി മിക്സ് ചെയ്തതാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ വർഷം ചോദിക്കണം അതെന്താ അങ്ങനെ? അതാണ് കാര്യം. നമ്മൾ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പിൾസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ഒന്നും കാണില്ല, എല്ലാം പോസിറ്റീവായിരിക്കും, ഒരു പ്രശ്നവുമില്ല. അതിങ്ങനെ കാമായിട്ട് കൂളായിട്ട് പോകും, ഒരു പ്രശ്നവുമില്ല, മൊത്തം പോസിറ്റീവാണ്. അതേസമയം പിന്നീട് നേരെ വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ കുറേശ്ശായിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങും. അതാണ് അവിടെ എരിവ് വച്ചത്, ബാക്കി ഭാഗത്ത് എരിവ് വന്നത് അതുകൊണ്ടാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാം പോസിറ്റീവായിരുന്നെങ്കിൽ പിന്നീട് മുഴുവനും നെഗറ്റീവാണ് കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്നത്, മൊത്തം നെഗറ്റീവായിരിക്കും. നോക്കുന്നതും പിടിക്കുന്നതും എടുക്കുന്നതും എന്ന് വേണ്ട സകലതും നെഗറ്റീവായിരിക്കും. ആർക്കും പരസ്പരം വിശ്വാസമാവില്ല. പണ്ട് നീ 10 മണിക്ക് വരാനുള്ളതിന് നീ 8 മണിക്ക് വരുമായിരുന്നു, ഇപ്പം നീ 12 മണിയായാലും വരില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകും കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്താ പറയുന്നത്, ഒരു സ്വതന്ത്രമായിട്ടൊരു പാട്ട് കേൾക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ ഇങ്ങനെ വർഷം ഇങ്ങനെ അന്തം വിട്ട് കേൾക്കുകയാണ്. എന്നിട്ടാണ് ശ്രീകാന്ത് പറയുന്നത്. പിന്നീട് അപ്പോൾ ഉടനെ വർഷം ചോദിക്കുന്നത് പിന്നീട് ഈ മധുരവും എരിവും കൂടി വെച്ചതിൻ്റെ കാര്യം എന്താ? അത് മനുഷ്യൻ്റെ ലൈഫാണ്. അത് എന്ന് വെച്ചാൽ രണ്ടും കൂടി സ്വീറ്റും അതുപോലെ ഇത് സ്പൈസി, ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് വേണം മനുഷ്യ ജീവിതം പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കപ്പിൾസ് ഡേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്, എങ്ങനെയുണ്ടെന്ന് താനൊന്ന് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വർഷയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വർഷ പകുതി വരെ വർഷ കഴിക്കുകയാണ്. കഴിച്ചിട്ട് പറയണം സൂപ്പറായിട്ടുണ്ട്, എന്തായാലും കപ്പിൾസ് ഡേ എന്ന് ഞാൻ വരും, എനിക്ക് 2 കേക്ക് താൻ ഓർഡർ ചെയ്യണം, ഞാൻ ഇപ്പോഴേ ഓർഡർ ചെയ്തിരിക്കുകയാണ്, എനിക്ക് 2 കേക്ക് വേണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം അപ്പോൾ തനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, നിലവിൽ എനിക്ക് ഒരു ബോയ് ഫ്രണ്ടും ഇതുവരെ ഇല്ല, പക്ഷേ കപ്പിൾസ് ഡേ ഒരെണ്ണം ഉണ്ടാവും. അതെങ്ങനെ ഉണ്ടാവാനാണ്? അപ്പോഴത്തേക്കൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കും. പക്ഷെ ഒരു കാര്യം, എനിക്ക് കേക്ക് ഓർഡർ ചെയ്ത് ഞാനിവിടെ കഴിക്കാനിരിക്കുന്ന സമയത്ത് നീയും എനിക്കൊപ്പം ഇരിക്കണം. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം അതെന്താ അങ്ങനെ പറഞ്ഞത്, എന്താ അങ്ങനെ ഒരു പറച്ചിൽ? അതൊക്കെ നിനക്ക് അന്ന് മനസ്സിലാവും, ഇപ്പം ഞാൻ പറയില്ല അതേക്കുറിച്ച് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്നിട്ട് വർഷ പകുതി കഴിച്ചിട്ട് പറയണേ ഈ കേക്കിൻ്റെ ബാക്കി ഇനി താൻ കഴിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തും കഴിക്കുകയാണ്, കേക്ക് കഴിക്കുകയാണ്. പിന്നീട് നമ്മുടെ ശ്രുതിയും സുധിയെയാണ് കാണിക്കുന്നത്. സുധി പിന്നീടാണ് വരുന്നത്. ശ്രുതി ഒറ്റയ്ക്ക് ഇങ്ങനെ താലിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ബാക്കിൽ കൂടെ വന്ന് ഇങ്ങനെ ഹഗ് ചെയ്യുകയാണ്. ഹഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോവുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ശ്രുതി ചോദിക്കണേ എന്തിനാ നീ പേടിച്ചു പോയത്, എന്താ പേടിക്കാൻ കാരണം? ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയതാണ്, മുറിയിൽ ഞാനാണ് കയറി വരുന്നതെന്ന് നിനക്കറിയില്ലായിരുന്നോ? അത് അറിയാം. എന്നിട്ട് നമ്മുടെ ശ്രുതിയും കൂടി ബെഡിൽ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്തിന് നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് നാണം വരികയാണ്. ശ്രുതി ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ശ്രുതി, നീ എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയതല്ല എന്ന് പറയുകയാണ്. ഇരുട്ടടഞ്ഞ ജീവിതമായിരുന്നു എൻ്റെതെന്നാണ് ഞാൻ കരുതിയത്.
ഇപ്പോൾ പിന്നീട് എനിക്ക് നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്കൊരു വെളിച്ചം വന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയാണ്, ശരിയാണ്, എൻ്റെ കാര്യവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവുമെന്ന് പോലും ഞാൻ കരുതിയതല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ശ്രുതിയെ കാണാനിടയായത്. പക്ഷേ ശ്രുതിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശരിക്കും എനിക്കും അത് തന്നെ അവസ്ഥ. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതിയുടെ തോളിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അതിനുശേഷം ശ്രുതി പറയാണ്, ആ ശ്രുതി എന്നിങ്ങനെ പറയുകയാണ്. പുള്ളിക്കാരൻ ഭയങ്കര മൂഡ് വേറെയാണ്, റൊമാൻസ് മൂഡിലാണ് പുള്ളിക്കാരൻ. അങ്ങനെ ശ്രുതിയോട് പറയണ, അതെ, സിനിമകളിലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ നോക്കില്ലേ, എന്താ പറയുന്നത്, സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ട്രയൽ ഇറങ്ങില്ലേ, അതുപോലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് മുമ്പായിട്ട് ട്രയൽ വേണമെന്നാണ് ശ്രുതി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശ്രുതി പറയണേ, അതൊന്നും വേണ്ട, അതൊക്കെ മോശം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയണേ, എന്ത് മോശം, നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, അതിനിപ്പോൾ എന്താ, ഫസ്റ്റ് നൈറ്റിന് ഇനി സമയം കിടക്കുകയില്ലേ, അപ്പോൾ അതിന് മുമ്പായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുകയാണ്, വേണ്ട, ആരെങ്കിലും എന്ത് വിചാരിക്കും, നമ്മളെ ഇതിനകത്ത് കയറിയിട്ട് കഥ കടച്ചിരുന്ന ആളുകൾ മോശം വിചാരിക്കില്ലേ, എന്ത് വിചാരിക്കാൻ, ഒന്നും വിചാരിക്കില്ല, നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വന്നിട്ട് വാതിൽ കുറ്റിയിടുമ്പോൾ ശ്രുതി പറയണേ, എന്താ കാണിക്കുന്നത്, കുറ്റിയിടല്ലേ, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും, മറ്റുള്ളവരെ കൊണ്ട് വെറുതെ പറയിക്കല്ലേ, ആരായി മറ്റുള്ളവർ എന്തിനു വിചാരിക്കാനാണ്, നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മുറിയടച്ചിരിക്കുന്നതിൽ എന്താ തെറ്റ് എന്നിങ്ങനെ പറയണം. എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് അപ്പോൾ ആ സമയത്തിന് ശ്രുതി പറയുകയാണ്, വേണ്ടാന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ കവിളിലൊരു ഉമ്മയെങ്കിലും തന്നിട്ട് പോകാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, കണ്ണടയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ കണ്ണടച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ഇങ്ങനെ അടുത്ത് വരെ വന്നിട്ട് നുള്ളി ഒരു പിച്ച് ഇങ്ങനെ കവിളിൽ കൊടുത്തിട്ട് ശ്രുതി ഡോറ് തുറന്നിറങ്ങി ഓടിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ടേബിളിൻ്റെ അവിടെ ഇരുന്നിങ്ങനെ ആപ്പിൾ അരിഞ്ഞ് കൂട്ടുകയാണ് മരുമകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോൾ, ആഹാ, എൻ്റെ പൊന്നുമോള് താഴേക്ക് ഇറങ്ങി വന്നോ, ആൻറ്റി വിചാരിച്ചു മോള് കിടക്കുകയാണെന്ന്, മോളെന്താ ഇത്തിരി കിടന്നൂടായിരുന്നോ, നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത്. അപ്പോൾ ശ്രുതി പറയണേ, കുഴപ്പമില്ല ആൻറ്റി, അങ്കിൾ എന്തേ, അങ്കിളും പിന്നെ അമ്മയും കിടക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയാണ്, മോൾ ഇവിടെ ഇരിക്കേ, ആൻറ്റി ആപ്പിൾ അരിഞ്ഞ് തരാം എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ആപ്പിളൊക്കെ ഇങ്ങനെ പീസ് മുറിച്ച് കൊടുക്കുകയാണ് ശ്രുതിക്ക്. അപ്പോൾ അതേസമയത്ത് നമ്മുടെ സച്ചി നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതേസമയം നമ്മുടെ ശ്രുതിക്ക് ഇങ്ങനെ ആപ്പിൾ കൊടുക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഉടനെ നമ്മുടെ ചന്ദ്രമതിയെ നോക്കിയിട്ട് ഇങ്ങനെ ആക്കുകയാണ്. ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രേവതിയോട് ചോദിക്കുകയാണ്, രേവതി, ഞാൻ പോവുക കേട്ടോ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രേവതി പറഞ്ഞു, ഓ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയണം, അച്ഛൻ എണീക്കുമ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ. പറയാം എന്നിങ്ങനെ പറയാണ് നമ്മുടെ രേവതി. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ചേച്ചി വരികയാണ്, കയ്യിൽ പൂക്കൊട്ടയായിട്ടാണ് വരുന്നത്. അപ്പോൾ സച്ചി അവരെ കാണുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയണം, വാ ചേച്ചി, കയറി വാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവരങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ പറയാണ്, ചേച്ചി പൂ കൊണ്ടുവന്നതല്ലേ, ചേച്ചി അകത്തേക്ക് കയറി, ഞാൻ അതേ പോകാനായിട്ട് പോവുകയാണ്. രേവതി, ചേച്ചിക്ക് ചായയൊക്കെ കൊടുത്തിട്ടേ വിടാവൂ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി അവരെ വിളിക്കുകയാണ്, ചേച്ചി അകത്തേക്ക് വാ, ചായ കുടിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രേവതിയോട് നമ്മുടെ ആ ചേച്ചി പറയുകയാണ്, വേണ്ട മോളെ, ചായ ഒന്നും വേണ്ട. സത്യം പറഞ്ഞാലുണ്ടല്ലോ, മോളുടെ പൂവിന് മോള് കെട്ടുന്ന മാലയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. മോള് വൈകിട്ട് ആളിനെ പറഞ്ഞു വിടാം കേട്ടോ, മാല എടുക്കാനായിട്ട് ആളിനെ പറഞ്ഞു വിടാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പറയുന്നത്, ചേച്ചി ഇവിടെ ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറയുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത്, വേണ്ട മോളെ, ചായ ഒന്നും വേണ്ട, മോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രേവതി പോകുന്നതിന് മുമ്പായിട്ട് വന്ന ചേച്ചി പറയണം, എൻ്റെ രേവതി കുഞ്ഞേ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഭർത്താവിന് അന്ന് സച്ചിമോ വന്ന് 2 അടി കൊടുത്തതിന് ശേഷം പുള്ളിക്കാരനങ്ങ് റെഡിയായി. മറ്റത് എന്നും കള്ളും കുടിച്ചിട്ട് ബഹളമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. അതുമാത്രമല്ല, ആ ഗജാനന്ദൻ്റെ ശല്യം കാരണം വയ്യായിരുന്നു, പലിശക്കാരൻ്റെ. പക്ഷേ ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയതിന് ശേഷം ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ്. ഇത് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, ചേച്ചി നിൽക്കി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പോവുകയാണ്. പോയിട്ട് രേവതി ഒരു ഗ്ലാസ്
ഗ്ലാസ് പച്ചവെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി കേൾക്കുകയാണ്, നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ്, അല്ല ഇതൊക്കെ ആരാ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ചന്ദ്രമതി പറയണം, അതൊക്കെ മോളെ, അതൊക്കെ വലിയ ബിസിനസ്സുകാരികളാ എന്നിങ്ങനെ പറയാണ്. ബിസിനസ്സോ? അതേന്നേ, വലിയ പൂകെട്ടുകാരികളാ ഇവളുമാരൊക്കെ. ദേ അകത്തോട്ട് വരുത്തി പോയില്ലേ, അവക്കുള്ള ബന്ധുക്കളാ ഈ വന്നിരിക്കുന്നതൊക്കെ എന്നിങ്ങനെ പറയണം. ഇവരുടെയൊക്കെ രീതി കണ്ടാലുണ്ടല്ലോ വലിയ എന്താ പറയുന്നത്, ലുലു മാളാണ് നടത്തുന്നതെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടിട്ടാണ് രേവതി വരുന്നത്. പക്ഷെ ആ ചേച്ചിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അങ്ങനെ രേവതി അങ്ങോട്ട് വന്നിട്ട് പറയണി, ഇത് ചേച്ചി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുടിച്ചു. അതിനുശേഷം ഗ്ലാസ് രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, മോളെ പോട്ടെ മോളെ, ചെന്നിട്ട് നല്ല തിരക്കുണ്ട്, കട തുറക്കണം എന്നിങ്ങനെ പറയണം. അപ്പോൾ ചന്ദ്രമതി പറയാണ്, ഓ പറയുന്ന കേട്ടില്ലേ, തിരക്കുണ്ട് കട തുറക്കണമെന്ന് പറയുന്ന കേട്ടാത്തൊന്ന് തോന്നുമല്ലോ, വലിയ മാള്, ലുലു മാളാണെന്ന് തോന്നും. ഒരു എന്താ പറയുന്നത്, ഈർക്കലി പോലത്തെ ഒരു കട തുറക്കുന്നതിനാണ് ഇത്രയും കിടന്ന് പറയുന്നത് എന്നും പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് നല്ല ദേഷ്യം വരികയാണ്. രേവതി പറയണം, അമ്മ എന്തിനാ അമ്മ പുച്ഛിക്കുന്നത്, അമ്മയ്ക്ക് അതുപോലും ഇല്ലല്ലോ എന്നിങ്ങനെ രേവതി മുഖത്ത് എടുത്തടിച്ചണക്ക് എന്നെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി അങ്ങ് ചാടിപ്പറച്ചങ്ങ് എഴുന്നേൽക്കണേ, ഏട്ടി നീ എന്താണ് ഈ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം. അതേ അമ്മേ, സത്യം തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അതേസമയം ആ ചേച്ചി അങ്ങ് പോവുകയാണ്. അങ്ങനെ പൂക്കൊട്ടയും കൊണ്ട് രേവതി ഇങ്ങനെ അകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണേ, നിൽക്കടി അവിടെ, ഇതും കൊണ്ട് എങ്ങോട്ടടി നീ പോകുന്നത്? ഇത് കെട്ടണം, ഇത് കെട്ടിക്കൊടുക്കണം. എന്നാലേ ഇത് ഇത്രയും പോകുന്നു നീ കെട്ടണ്ട. അതെങ്ങനെ ശരിയാവും, ഞാനല്ലേ കെട്ടിക്കൊടുക്കുന്നത്, അതിന് അമ്മയ്ക്ക് എന്താ? അതെ, നീ ഇത്രയും പൂ കെട്ടണ്ട, ഇത് സുധീര മുറി അലങ്കരിക്കാനും കൂടി വേണം. ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണെന്നൊന്നും നിനക്കറിഞ്ഞൂടേടി. അപ്പോൾ ഉടനെ രേവതി പറയണം, അതിന് മുറിയൊക്കെ ഞാൻ അലങ്കരിച്ചിട്ടിരിക്കുകയല്ലേ, അത് പോരാ, ഈ പൂക്കൾ കൊണ്ട് എന്നെ അലങ്കരിക്കണം. അതിന് എത്ര രൂപയാണ് വേണ്ടത് നിനക്ക് ഈ പൂവിന്? നിൻ്റെ ഓശാരമൊന്നും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ രേവതി പറയണം, പറ്റില്ലമ്മേ, ഇതിൽ നിന്ന് പൂ തരാൻ പറ്റില്ല. അതെന്താടി, നിൻ്റെ പൂവിന് എന്താ ഇത്ര പ്രത്യേകത? അപ്പോൾ രേവതി പറയാണ്, ഇത് തരാൻ പറ്റില്ല, കാരണം ഇത് നമുക്ക് സ്ഥിരമായിട്ട് മാല കെട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവർക്ക് മാല കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവർക്കത് വലിയ വിഷമമാവും. അതുമാത്രമല്ല പിന്നീട് ഓർഡറുകളൊന്നും കിട്ടാതെ ആയിപ്പോവും, അത് നമ്മുടെ കച്ചവടത്തെ ബാധിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, പിന്നെ ഭയങ്കര വലിയ കച്ചവടമല്ലേ നടക്കുന്നത്, മറ്റുള്ളവർ തരുന്നതിനേക്കാളും പൂവിന് 20 രൂപ വെച്ച് അധികം തരാം, പക്ഷേ പൂവ് എനിക്ക് തന്നെ കിട്ടിയേ പറ്റൂ. രേവതി പറയണം, നടക്കില്ല അമ്മേ, പറ്റില്ല, എനിക്ക് തന്നെ കിട്ടണം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ ശാഠ്യാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്രമതി പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നുള്ള രീതിയിലാണ് ചന്ദ്രമതി നിൽക്കുന്നത്. രേവതി വിട്ടുകൊടുത്തിട്ടില്ല, രേവതി പൂക്കൊട്ടെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു, ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സൂപ്പർ എപ്പിസോഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. അത് ഇഷ്ടപ്പെടുന്നവർ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെല്ലൈക്കൻ കൂടി അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.